ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു ചൂട് സമയത്ത് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ഞങ്ങൾ നോക്കാം. നല്ല കോൾഡ് ആക്കിയിട്ട് കുടിക്കണം ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. ഇത് മാംഗ്ലൂർ പര ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ഓൾമോസ്റ്റ് എല്ലാവരും ആക്കാറ്. ഞങ്ങൾ മാംഗ്ലൂർ പരല്ല എല്ലാ അങ്ങാടിലും പിന്നെ അതേപോലെ സാധാരണ അങ്ങാടിലും ബേക്കറിയിലെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കാട്ടി നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഞങ്ങൾ എങ്ങനെ ആക്കുന്നത് ഞങ്ങൾ നോക്കാം. ഇതിലൊരു വീഡിയോ കുറേ മുന്നോട്ട് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് നല്ല കോൾഡ് ആക്കി കുടിക്കണം വെച്ചാൽ നമ്മളെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കുന്നത് ഞങ്ങൾ നോക്കാം. 1/2 കപ്പ് ಎಳ್ಳು എടുത്തിട്ട് ಬೆಲ್ತೆಳ್ಳು. അപ്പോൾ ആ ಎಳ್ಳು ನಂಗೆ എത്ര ಬೇನೋ ജ്യൂസുக்கு ഞങ്ങൾക്ക് ಬೇನೆ എത്ര എടുത്തെങ്കിൽ പിന്നെ മധുരத்துக்கு ഞാൻ ചക്കര എടുത്തേ ഷുഗർ എടുക്കണം ഷുഗർ എടുക്കുക ഷുഗർ കാട്ടി നല്ല ഇത് ചക്കര ഇട്ടിക്കറ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൽ തണ്ണി വിത്ത് ഞങ്ങൾ ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഇത് ഇത് ചക്കരയിൽ പൊയ്യെ ഇങ്ങനെ കാട്ടാതെല്ലാം ഇരിക്കുക. അപ്പോൾ അത് മെൽട്ടാക്കി ബീത്തറത് നല്ല അതിൽ പിന്നെ ഞങ്ങൾ എടുത്ത് വെച്ച എള്ളുണ്ടല്ലേ അതൊന്ന് ബർത്തെടുക്കണം. ഞങ്ങൾ റോസ്റ്റ് ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുള്ളൂ ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് പണ്ട് എടുത്തല്ലോ ചുമ കറിപ്പാട്ടണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ റോസ്റ്റായിട്ട് വന്നിട്ട് ഒരു ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ട് ഇത്ര മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾ ചക്കര മെൽട്ടാവുക വെച്ചിട്ടാണ് ചക്കര കൂടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു എള്ള് ഞങ്ങൾ ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് തെല്ല് തണ്ണി ಬಿತ್ತಿട്ട് ഞങ്ങൾക്ക് ഒന്ന് അരച്ചെടുക്കണം. ചുമ തണ്ണി ಬಿತ್ತಂಡ ഈ ടൈമിൽ തെല്ല് ಬಿತ್ತಿങ്ങೈತೆ നല്ല അരച്ചെടുക്കണം. നല്ല എത്ര നൈസായിട്ട് അരക്കും അവിടെ അതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുത്തിങ്ങೈತೆ. ചുമ തണ്ണി ಬಿತ್ತಿട്ട് ഈ ടൈമിൽ അരക്കണ്ട. പിന്നെ ഞങ്ങൾ ആ ഒരു മിക്സി ജാർ കഴുകിയിട്ട് തെല്ല് തണ്ണി ಬಿತ್ತಿ കൊടുക്കുക. അതിൽ പിന്നെ ഞങ്ങൾ ಇದಕ್ಕೆ ഐസ് ക്യൂബ് അതല്ലെങ്കിൽ ഐസ് വാട്ടർ ഏതുവോ ഞങ്ങൾ ಬಿತ್ತಿ കൊടുക്കുക. പിന്നെ ഞങ്ങൾ ചക്കര മെൽട്ടായിട്ട് വന്നിട്ട് അതും ಬಿತ್ತಿ കൊടുത്തേ നോക്കിയിട്ട് അതിങ്ങനെ അരച്ചിട്ട് ബീത്തോറു അരച്ചിട്ട് ಬಿತ್ತಿങ്ങೈತೆ. പിന്നെ ഐസ് ക്യൂബും ಬೇನೆ ಹತ್ರ ಇಟ್ಟು കൊടുക്കുക. തെല്ല് ഏലക്കി പൊടി ಅದರೊಟ್ಟಿಗೆ തെല്ല് ഉപ്പ് ഒരു 2 പിഞ്ച് ഉപ്പ് മതിയാവും. ഉപ്പ് ഇടണം ഇട്ടെങ്കിൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പിന്നെ ചുമ അവിടത്തും വേണ്ട ആരവിടത്തും വേണ്ട നല്ല മിക്സ് ആക്കി എടുക്കുള്ളൂ. പിന്നെ ഞങ്ങൾ എത്ര തണ്ണി വേണം എത്ര ഇത് വേണം നോക്കിയിട്ട് വേണം എത്ര തണ്ണിയാ അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ഏതോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുറു ಬಿತ್ತಿ കൊടുക്കുറു. ചുമ തെലൂപ്പാക്കണ്ട ചുമ തെലൂപ്പായെങ്കിൽ അങ്ങനെ അല്ലാവില്ല. ഞങ്ങൾ ഇപ്പോൾ അങ്ങാടിലെല്ലാം കിട്ടുന്നത് തെലൂപ്പായിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഔത്തിലാക്കുമ്പോൾ തെല്ല് ഗട്ടിലാക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ಇದಕ್ಕೆ ವಾಪಸ್ ನಾನು ತೆಲ್ಲ ಐಸ್ ಕ್ಯೂಬ್ ಇಟ್ಟು കൊടുக்கிறேன். അപ്പോൾ ഈ ഒരു എള്ള് ജ്യൂസ് ആക്കുമ്പോൾ നല്ല കോൾഡ് വേണം കുടിക്കുമ്പോൾ നല്ല കോൾഡ് വേണം. പിന്നെ അതിൽ മധുരവും വേണം. മധുരക്കുറടി ആക്കണ്ട മധുരവും നല്ല കോൾഡാക്കി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഹെൽത്തുക്കും നല്ല ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു ചൂട് രായത്തെല്ലാം നല്ല ചൂടല്ല അവരുടെ ചൂടും ഇത് നല്ല. അപ്പോൾ എള്ളൊരു ജ്യൂസ് എല്ലാം ആക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ആക്കി നോക്കും. എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് റാഗി ബർത്തഡും ഞങ്ങൾ ഇതുപോലെ ജ്യൂസ് ആക്കുക. അത്ര വീഡിയോ ഞാൻ കുറേ മുന്നോട്ട് അപ്ലോഡ് ആക്കിയത് അത് ಬೇನುಂಟಾಗಿ നോക്കും. റാഗിയുടെ ജ്യൂസും നല്ല മേ ചൂടും ഞങ്ങൾക്ക്. അപ്പോൾ നോക്കിയാറല്ലേ നിങ്ങൾ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേരിക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമേ ഉള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.